നമ്മളിന്നൊരു ETF കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു ETF എന്ന് പറയുന്നത് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും ഏകദേശം 30% ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു മികച്ച സപ്പോർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ETF എന്നും അല്ലെങ്കിൽ ഏത് ETF കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ എന്ത് സ്ട്രാറ്റജിയാണ് ഈ ഒരു ETF ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടതും എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രേഡ് ഫോർ ലിവിംഗ്. ട്രേഡ് ഫോർ ലിവിംഗിൻ്റെ മറ്റൊരു കുഞ്ഞു വലിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് ETF എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ആ പേര് പറയുന്നത് പോലെ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ടാണ്. അതായത് സ്റ്റോക്ക് നമ്മൾ എങ്ങനെയാണോ വാങ്ങുന്നത് അല്ലെങ്കിൽ വിൽക്കുന്നത് അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യുന്നത്, BTST ചെയ്യുന്നത്, ഷോർട്ട് ടേം ചെയ്യുന്നത്, ലോങ് ടേം ചെയ്യുന്നത്, അതുപോലെ ഒരു ഫണ്ടിനെയും നമുക്ക് നമ്മുടെ എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഫണ്ടുകളെയാണ് നമ്മൾ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ പറയുന്നത്. നമ്മൾ മുൻപ് നിഫ്റ്റി ബീസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഏകദേശം 75-80 റേഞ്ചിൽ വന്നപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതൊരു 80 അല്ലെങ്കിൽ 75 റേഞ്ചിൽ നിന്നും ഏകദേശം 225 വരെ പോയി. ഏകദേശം 300% റിട്ടേൺ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് ആ 225 നിന്നും മാർക്കറ്റ് ഒന്ന് ക്രാഷ് ആയപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു 184-185 റേഞ്ചിലാണ്. തീർച്ചയായിട്ടും ഇപ്പോഴും മികച്ച ഒരു വാല്യൂ ബൈ തന്നെയാണ് നിഫ്റ്റി ബീസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് നിഫ്റ്റി ബീസിനെ കുറിച്ചിട്ടല്ല, കാരണം നമ്മളൊരിക്കലും അത് വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പോൾ പറയുന്നത് മറ്റൊരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ് അല്ലെങ്കിൽ മറ്റൊരു ETF ആണ്. ഇപ്പോൾ ഇന്ത്യ നിഫ്റ്റി ഓട്ടോ ETF ആണ്. അതിന് അല്ലെങ്കിൽ നമ്മളതിനെ ഓട്ടോബീസ് എന്ന് പറയും. നിപ്പോൺ ഓട്ടോബീസ് എന്ന് പറയും. അപ്പോൾ നിപ്പോൺ ഇന്ത്യ നിഫ്റ്റി ഓട്ടോ ETF അല്ലെങ്കിൽ ഓട്ടോബീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 15 ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള കമ്പനികൾ ചേർന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ നിപ്പോൺ ഇന്ത്യ ഓട്ടോബീസിൻ്റെ വിലയെന്ന് പറയുന്നത് 120 ആണ്. അതായത് നമ്മൾ ഒരു ഓട്ടോബീസിൻ്റെ ഒരു ഷെയർ മേടിക്കുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നത് ഇതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള ഓട്ടോ മാനുഫാക്ചേഴ്സ്, ഓട്ടോ കമ്പോണൻറ്റ് മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ഓട്ടോ മെഷീനറി മാനുഫാക്ചേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വിവിധതരം സെഗ്മെൻറ്റിലുള്ള കമ്പനികൾ ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു ETF എന്ന് പറയുന്നത്. അത് ഏകദേശം 30% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം 142 റേഞ്ചിൽ നിന്നും ഇപ്പോൾ നിൽക്കുന്നത് ആൾമോസ്റ്റ് 120 റേഞ്ചിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിൽ നമുക്കൊരു 30% തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ലോങ് ടേം പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഒരു 100% അല്ലെങ്കിൽ അതിലധികം റിട്ടേൺ തീർച്ചയായിട്ടും ഈ ഒരു ETF നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് ഇൻട്രാഡേ ചെയ്യാനോ അല്ലെങ്കിൽ സ്വിങ് ചെയ്യാനോ അല്ലെങ്കിൽ ഷോർട്ട് ടേം ലോങ് ടേം ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ETF തന്നെയാണ്. അപ്പോൾ എന്ത് സ്ട്രാറ്റജിയാണ് നമ്മൾ ഈ ഒരു ETF ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ടത്? ഞാൻ പേഴ്സണലി ചെയ്യുന്നത്, മാർക്കറ്റ് എപ്പോഴാണോ ഒരു 200 അല്ലെങ്കിൽ 300 പോയിന്റ് ക്രാഷ് ആവുന്നത്, പ്രത്യേകിച്ചും ആ ഒരു ഇൻഡെക്സ് ഇപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടർ അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് സെക്ടർ എപ്പോഴാണോ ഒന്ന് ഡിപ്പാകുന്നത്, അപ്പോൾ ഈ ഒരു ETF കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ എപ്പോഴാണോ ഒരു 200 അല്ലെങ്കിൽ 300 പോയിന്റ് ഡിപ്പാവുന്ന ആ സമയം കൂടുതൽ നമ്മൾ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വളർത്തിക്കൊണ്ടുവരിക. 30%, 40% ആകുമ്പോൾ കുറച്ച് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഇനി അതല്ല ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഇത് ഹോൾഡ് ചെയ്യാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ മികച്ച 15 കമ്പനികൾ ചേർന്ന ഒരു ഇൻഡെക്സ് ഫണ്ടാണ്. അല്ലെങ്കിൽ തന്നെ ആ ഒരു 12 കമ്പനികളിൽ എപ്പോഴൊക്കെയാണോ നേട്ടങ്ങൾ വരുന്നത് അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണോ അതിൻ്റെ പെർഫോമൻസ് മികച്ചതാവുന്നത്, അപ്പോൾ ഈ ഒരു ഫണ്ടിലും അത് പ്രതിഫലിക്കും, നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മികച്ച സപ്പോർട്ട് നിൽക്കുകയാണ്. നമുക്കതിൻ്റെ ചാർട്ടിലോട്ട് പോകാം. ഓട്ടോബീസിൻ്റെ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 144 ആയിരുന്നു. ഇപ്പോൾ നിൽക്കുന്നത് 123 റേഞ്ചിലാണ്. നമുക്കത് വരച്ച് നോക്കാം. ഒരു ഡിമാൻഡ് സോൺ വരച്ച് നോക്കിയാൽ 123 ടു ഒരു 120 എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് സോണാണ്. തീർച്ചയായിട്ടും ഈ ഒരു ക്രാഷിൽ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ ഒരു ക്രാഷിൽ മാർക്കറ്റ് ഏകദേശം 120 വരെ, ഓട്ടോബീസ് ഏകദേശം 120 വരെ വന്നിരുന്നു. ഇപ്പോൾ നിൽക്കുന്ന ആൾമോസ്റ്റ് 123 റേഞ്ചിലാണ്. തീർച്ചയായിട്ടും ഇവിടെ നിന്നൊരു 134 അല്ലെങ്കിൽ 140 ലെവലൊക്കെ വളരെ ഈസി ആയിട്ട് പോകും. കാരണം എല്ലാ സ്റ്റോക്കുകളും ഇപ്പോൾ ഒന്ന് തകർന്നിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു 30% റിട്ടേൺ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ETF നിന്ന് കിട്ടും. പക്ഷേ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഈ ഒരു 120 എന്ന് പറയുന്നത് ഒരു 214-250 ആകുന്ന കാലം വിദൂരമല്ല. പക്ഷെ ഒരുപക്ഷെ സമയമെടുത്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ETF കുറിച്ചിട്ട് പഠിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നിൽക്കുന്നത് ഒരു വാല്യൂ ബൈ സോണിലാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ചാർട്ട് തന്നെ ഒരു മികച്ച സപ്പോർട്ടിലാണ്. FIS തീർച്ചയായിട്ടും വീണ്ടും നമ്മുടെ ബൈ സോണിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ അണ്ടർലൈൻ കമ്പനികൾ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഓട്ടോ മാനുഫാക്ചേഴ്സ്, ഓട്ടോ മെഷീനറീസ് അല്ലെങ്കിൽ ഓട്ടോ കമ്പോണൻസ് പ്രൊഡ്യൂസേഴ്സ്, ഇങ്ങനെയുള്ള കമ്പനികൾ, ഇങ്ങനെയുള്ള സെഗ്മെന്റിലുള്ള കമ്പനികൾ ചേർന്നിട്ടുള്ളതാണ്. അതായത് ഏകദേശം 15 കമ്പനികളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, ഐഷർ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോകോർപ്പ്,
ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്, TVS മോട്ടോർ കമ്പനി, അതുപോലെ തന്നെ അശോക് ലെയ്ലാൻഡ്, ഭാരത് ഫോർജ്, MRF, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ബോഷ്, മദേഴ്സ് സുമി, സമവർദ്ധൻ, മദേഴ്സ് സുമി, അതുപോലെ തന്നെ സോന BLV, പ്രിസിഷൻ ഫോഗിങ്സ്, ഇങ്ങനെയുള്ള മികച്ച കമ്പനികളാണ് ഈ ഒരു ETF-ന്റെ അണ്ടർലൈങ് അസറ്റ് ആയിട്ട് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കമ്പനികളുടെ ഒരു പെർഫോമൻസ് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഇൻഡെക്സിന്റെ മൂവ്മെന്റിന് മാനദണ്ഡം എന്ന് പറയുന്നത്. എപ്പോഴാണോ ഈ കമ്പനികൾ ഒരു തകർച്ച നേരിടുന്നത്, അല്ലെങ്കിൽ ഈ കമ്പനികൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റിഫ്ലക്ഷൻ ഈ ഒരു ഇൻഡെക്സ് ഫണ്ടിന്റെ മൂവ്മെന്റിൽ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, മാർക്കറ്റ് തിരിച്ചൊരു ബുള്ളിഷ് ട്രെൻഡിലെത്തുമ്പോൾ ഈ ഒരു 120 എന്ന് പറയുന്നത് 130, 140 ഒക്കെ ആയിത്തീരാൻ വളരെ സമയമൊന്നും എടുക്കത്തില്ല. തീർച്ചയായിട്ടും ഒരു 25 to 30% ഒരു ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ് നേരത്തെ പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ ഒരു 240 അല്ലെങ്കിൽ 300 ഒരു പക്ഷേ സമയം എടുത്തേക്കാം, 1-2 വർഷം എടുത്തേക്കാം, എങ്കിലും ഒരു 100% റിട്ടേൺ നമുക്ക് അവിടെ കിട്ടും ഈ ഒരു ETF-ൽ നിന്നും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക, ഇതിനെക്കുറിച്ച് പഠിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നിഫ്റ്റി ബീസ് നമ്മൾ 85 റേഞ്ചിൽ പറഞ്ഞിരുന്നു. അത് ഏകദേശം 240 വരെ പോയി, 220 വരെ പോയി. അത് ഇപ്പോൾ നിൽക്കുന്ന 185 റേഞ്ചിലാണ്. അപ്പോൾ നമ്മളിന്ന് അതിനെക്കുറിച്ച് പറയുന്നില്ല. അതുപോലെ തന്നെ നിഫ്റ്റി ഓട്ടോബീസിനും ഈ ഒരു 120 ലെവലിൽ നിന്നും ഒരു ഡബിൾ റിട്ടേൺ, ഒരു 100% റിട്ടേൺ എന്ന് പറയുന്നത് 240 എത്താൻ അധിക സമയം വേണ്ടി വരത്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡെലിവറി ഡേറ്റ നോക്കുകയാണെങ്കിൽ മന്ത്ലി ഡെലിവറി എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 37,465 ആണ്. അതുപോലെ വീക്ക്ലി 21,583. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി നോക്കുകയാണെങ്കിൽ 22,116 ആണ്. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, ഡെയിലി ആവറേജ് ഡെലിവറി വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 57.2 ആണ്. വീക്ക്ലി ആവറേജ് എന്ന് പറയുന്നത് 63.1 ആണ്. മന്ത്ലി ആവറേജ് എന്ന് പറയുന്നത് 76.3 ആണ്. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ഡെലിവറി ഡേറ്റ കാണിക്കുന്നത്. തീർച്ചയായിട്ടും മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇതും പെർഫോം ചെയ്യുന്നതിനുള്ള സാധ്യത വളരെ കൂടുതൽ. നിങ്ങൾ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ @സ്റ്റോക്ക് ഫണ്ട് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ Trade4living എന്ന് സെർച്ച് ചെയ്യുക. വല്ലപ്പോഴും സ്വിംഗ് കോൾസ് ഞങ്ങൾ അവിടെ കൊടുക്കാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ജോയിൻ ബട്ടൺ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു കുഞ്ഞു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ.